അസംഘടിത ജനതയുടെ ക്ഷേമത്തിനും നീതി നിഷേധിക്കപ്പെട്ടവരുടെ അവകാശ സംരക്ഷണത്തിനുമായാണ് ആം ആദ്മി പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. കർഷകർക്ക് റബ്ബറിന് 250 രൂപ വില നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഇന്നത്തെ ഭരണാധികാരികൾക്ക് വാക്കുപാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിലക്കയറ്റം സാധാരണക്കാർക്ക് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പൊതുകടം 4.5 ലക്ഷം കോടി കഴിയുമ്പോൾ തൊഴിലവസരങ്ങളില്ലാതെ യുവാക്കൾ നാടുവിടുകയാണ്. ജനപങ്കാളിത്തത്തോടെയുള്ള പ്രാദേശിക ഭരണത്തിലൂടെ ഓരോ കുടുംബത്തിനും സുരക്ഷയും ജീവിത ഭദ്രതയും ഉറപ്പാക്കുകയും ആത്മാഭിമാനമുള്ള സമൂഹ സൃഷ്ടിയുമാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജും നമ്മളുടെ വാട്ടർ ചാർജസും നമ്മുടെ കരങ്ങളും ഇതൊക്കെ ടാക്സുകളൊക്കെ എത്രമാത്രം കൂടുതലാണ്. ഓരോ തവണയും ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് ജനത്തിന് നൽകാൻ വേണ്ടിയൊന്നുമില്ല, ജനത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം മാറ്റിമറിച്ച് തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഇവിടെ കണ്ടസ്റ്റ് ചെയ്യുന്ന പാലായിലൊക്കെ കണ്ടസ്റ്റ് ചെയ്യുന്ന മാക്സിമം ആൾക്കാരും ഏതെങ്കിലും നല്ല പൊസിഷനിൽ ഹൈ റാങ്കിങ് പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരും അല്ലെങ്കിൽ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ്. ഞങ്ങളുടെ കേജ്രിവാളിൻ്റെ അതേ സംഗതികൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു കറപ്ഷൻ ഫ്രീ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ചൂടായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ്. കേരളത്തിലുടനീളം ഏകദേശം 400 കാൻഡിഡേറ്റ്സേ ഞങ്ങൾ ഫീൽഡ് ചെയ്യുന്നുള്ളൂ. പാലായിലെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 13 കാൻഡിഡേറ്റ്സാണ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ബ്ലോക്കുകളിലുമായിട്ട് ഞങ്ങൾ ഫീൽഡ് ചെയ്യുന്നത്. പാലാ മുനിസിപ്പാലിറ്റിയിൽ 3 വാർഡുകളിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പാലാ മണ്ഡലത്തിൽ 13 സ്ഥലത്താണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ 3 വാർഡുകളിലും, ലാലം ബ്ലോക്കിൽ 4 ഡിവിഷനുകളിലും, ഉഴവൂർ ബ്ലോക്കിൽ രാമപുരത്തും, എലിക്കുളം, കരൂർ, രാമപുരം പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് റോയി വെള്ളരിങ്ങാട്ട്, മുനിസിപ്പൽ വാർഡ് സ്ഥാനാർത്ഥികളായ ജോയി കളരിക്കൽ, രാജു താന്നിക്കൽ, സിബി വരിക്കാനി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ് ചന്ദ്രത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു.